പാലാ നഗരസഭയിൽ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുമ്പ് രാജിവെക്കാനില്ല എന്ന ചെയർപേഴ്സൺ. അവിശ്വാസം കൊണ്ടുവന്നിട്ടുള്ളത് ഇടതുമുന്നണിയാണ്. കോൺഗ്രസ് കൗൺസിലർമാർ ആർക്കൊപ്പം നിൽക്കുമെന്ന് കാണട്ടെ എന്ന നിലപാടിലാണ് സ്വതന്ത്ര കൂട്ടായ്മ. പാലാ നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് ഇനി ഒരു ദിനം മാത്രം. ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം വിജയിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. പ്രമേയം വിജയിപ്പിക്കാനുള്ള അംഗസംഖ്യ ഇടതുപക്ഷത്തിനില്ല. കോൺഗ്രസ് വിമതയും നിലവിലെ നഗരസഭാ ഉപാധ്യക്ഷയുമായ മായ രാഹുലിന്റെ പിന്തുണ ഇടതുപക്ഷത്തിന് ലഭിച്ചാലും വോട്ട് തുല്യമാകും. അതേസമയം കോൺഗ്രസ് ഉന്നത നേതൃത്വം ഈ വിഷയത്തിൽ ഇനിയും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പാർട്ടി വിപ്പ് നൽകിയാൽ കോൺഗ്രസ് കൗൺസിലർമാർ ചെയർപേഴ്സണെ അനുകൂലിച്ച് തന്നെ വോട്ട് ചെയ്യേണ്ടി വരും. കേരള കോൺഗ്രസും KDPയും ചെയർപേഴ്സണ് ഒപ്പമാണ്. പിന്തുണ പിൻവലിച്ചുവെന്ന് കോൺഗ്രസ് കൗൺസിലർമാർ പരസ്യമായി പറയുമ്പോഴും അവിശ്വാസ പ്രമേയാവതരണത്തിന് മുൻപ് രാജിവെക്കില്ലെന്ന നിലപാടിലാണ് ചെയർപേഴ്സൺ ദിയ ബിനു. അവിശ്വാസ പ്രമേയത്തെ UDFന്റെ നിർദ്ദേശമനുസരിച്ച് നേരിടാൻ തന്നെയാണ് തീരുമാനമെന്നും ചെയർപേഴ്സൺ രാജിവെച്ച് ഒളിച്ചോടില്ലെന്നുമാണ് സ്വതന്ത്ര കൂട്ടായ്മ അറിയിച്ചിരിക്കുന്നത്. താൻ സ്വതന്ത്ര മുന്നണിയുടെ ചെയർപേഴ്സണല്ല, മറിച്ച് UDFന്റെ ചെയർപേഴ്സണാണെന്നും അവിശ്വാസം കൊണ്ടുവന്നിട്ടുള്ളത് ഇടതുമുന്നണിയായതിനാൽ പോരാട്ടം ഇടതുമുന്നണിയും UDFും തമ്മിലാണെന്നുമാണ് ദിയ ബിനുവിൻ്റെ നിലപാട്. സ്വതന്ത്ര കൂട്ടായ്മയുമായി ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് UDF നേതൃത്വമാണ്. അതിനാൽ UDF നേതൃത്വം തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സ്വതന്ത്ര കൂട്ടായ്മ. അതേസമയം അവിശ്വാസം വിജയിച്ചാൽ ഇടതുപക്ഷത്തിന് ഭരണം കിട്ടുവാൻ സാധ്യതയുണ്ട്. അവിശ്വാസം വിജയിച്ചില്ലെങ്കിൽ അത് പ്രാദേശികമായി കോൺഗ്രസിനെതിരെയുള്ള ആയുധമാക്കാനും ഇടതുപക്ഷം ലക്ഷ്യമിടുന്നു. അമൃത ന്യൂസ്, കോട്ടയം.